ചിത്രം എങ്ങനെയുണ്ടായിരുന്നു? ഗുരുവായൂരമ്പലം എന്ന ചിത്രം ഒരു കല്യാണം കൂടിയ പ്രതീതി എന്ന് വേണം പറയാനായിട്ട്. കാരണം അത്രയും പെർഫെക്റ്റ് പടമാണ്. നമ്മുടെ മനസ്സിലെ പ്രശ്നങ്ങളോ ദുഃഖങ്ങളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ തിയേറ്ററിൽ വന്ന് കാണുക എന്റർടൈൻമെന്റ് ആണ്. കാരണം നമുക്ക് മനുഷ്യന്റെ ചിരിയാണ് ഏറ്റവും ഒരു ആയുസ് വർദ്ധിപ്പിക്കുന്നത് പറയുന്നത്. ഈ പടം കണ്ട് തീർച്ചയായിട്ടും കുറച്ചുകൂടെ ആയുസ് നീട്ടി കിട്ടും. കാരണം അത്രയ്ക്കും പെർഫെക്റ്റ് പടം. പിന്നെ പൃഥ്വിരാജ് ബേസിൽ ജോസഫ് എന്ന കോമ്പിനേഷൻ, ബേസിൽ ജോസഫ് എന്ന ഡയറക്ടറും പൃഥ്വിരാജ് എന്നൊരു ഡയറക്ടറുണ്ട്, രണ്ടും ഡയറക്ടർമാരാണ്. പെർഫെക്റ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നല്ല അടിപൊളി. കാരണം ഈ പടം തുടങ്ങി ഒരു 20 മിനിറ്റ് ആയപ്പോ തന്നെ എന്റെ അടുത്തിരിക്കുന്ന ഒരു സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു ഈ പടം ഹിറ്റാണെന്നുള്ളത്. കാരണം യാതൊരു സംശയമില്ല, കാരണം അത്രയ്ക്കും വർക്കൗട്ടാണ്. കാരണം നമ്മൾ പൃഥ്വിരാജിനെ കാണുന്ന മറ്റ് പടങ്ങളിൽ കണ്ട പോലെയുള്ള ഒരു അഭിനയമല്ല അദ്ദേഹത്തിൻ്റെത്. പിന്നെ ബേസിൽ ജോസഫ് അദ്ദേഹം നല്ല ഒരുപാട് പടം നമ്മൾ കണ്ട് കോംബോ വർക്ക് ചെയ്യുന്നത്. അത് ത്രൂ ഔട്ട് കോമഡി കോംബോ ആയിട്ടാണ് ഇതിൽ വന്നത്. എന്തായാലും പടം തിയേറ്ററിൽ കാണാവുന്ന എല്ലാ സംഭവ ചേരുവകളും പടത്തിലുണ്ട്. പിന്നെ ക്ലൈമാക്സ് ആകുമ്പോൾ പൃഥ്വിരാജിന്റെ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആ ഒരു ബിജിഎം കൂടി കേൾക്കുമ്പോൾ നമുക്ക് രസമായിട്ട് തോന്നുന്നു. പിന്നെ ഓവറോൾ എല്ലാ പടത്തിലെ പോലെയല്ല, സസ്പെൻസ് ഉണ്ട്. അത് പറയാനുള്ള സസ്പെൻസ് ഉണ്ട്, അത് പറഞ്ഞ ശരിയാവില്ല. അത് തിയേറ്ററിൽ ഇത് കാണുമ്പോ ആ ബിജിഎം കൂടി കേൾക്കുമ്പോൾ നമുക്കൊരു രോമാഞ്ചം കയറും. അത് ഒക്കെ ആസ്വദിക്കുന്ന പടം ജയിക്കും. പടം എന്തായാലും ഇട്ടടിക്കേണ്ട പടമാണ്. പടം നല്ല പടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ബിപിൻ ദാസ് എന്ന ഡയറക്ടറെ കണ്ടോണ്ടാണ് നമ്മൾ പടം കാണാൻ പോകുന്നത്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് നമുക്ക് കിട്ടിയ സാധനം. പിന്നെ മെയിനായിട്ട് എടുത്ത് പറഞ്ഞ സിറ്റുവേഷൻ കോമഡി, അത് ഒരു രക്ഷയില്ല കേട്ടോ. സിറ്റുവേഷൻ കോമഡി പറഞ്ഞാൽ ഞാനൊക്കെ ആണെങ്കിൽ ചെറിയൊരു കോമഡി ആയിട്ട് ചിരിക്കുന്നവരാ, ചിരിച്ച് മണ്ണ് കഴിഞ്ഞോളൂ. കാരണം അങ്ങനെ അത് ഒന്നാമത്തെ കാര്യം ഉണ്ടോ, ആദ്യം പോലെ അവസാനം ഒരു എന്റർടൈൻ പടം, ഒരു ലായിങ്ങോ ബോറടി ഒന്നുമില്ല. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. അത് ഇടയ്ക്കൊക്കെ ചില പടം വരുമ്പോൾ കോമഡി പടം ഇടയ്ക്കൊക്കെ ഒരു ലായി കയറി, ഇത് അങ്ങനൊന്നുമില്ല. ഫുൾ എന്റർടൈൻമെന്റ് അവസാനം വരെ, അത് രസം. പിന്നെ എന്നെ എടുത്ത് പറയേണ്ട ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആണല്ലോ ഈ പഴയ പടത്തിന്റെ പാട്ട് കയറ്റിയിട്ടിട്ട്, അങ്ങനെ പാട്ട് ഇടുമ്പോഴേ പഴയ ഹിറ്റാ പാടില്ല, അത് ഇടുമ്പോഴേ നമുക്കൊരു ഒരു രോമാഞ്ചിഫിക്കേഷൻ വരും. അങ്ങനെ ഇതിനകത്തും വന്നിട്ടുണ്ട്, ഒരു തമിഴ് പാട്ടൊക്കെ വന്നിട്ടുണ്ട്, ഒന്നിനോ പാട്ടൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ ഒന്നുകൂടെ ഒരു ബൂസ്റ്റിംഗ് ചെയ്യാൻ പടം. പിന്നെ പൃഥ്വിരാജ് തന്നെ നന്ദനദാത്ത പാട്ട് ലാസ്റ്റ് ക്ലൈമാക്സിന് ഇടുന്നുണ്ട്, അതിടുമ്പോൾ ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്യാം. പൃഥ്വിരാജ് അവനിച്ച് പടമല്ലേ, ഒന്നും ബൂസ്റ്റ് ചെയ്യായി. പിന്നെ നന്ദന അവനിച്ചൊരു പുള്ളിനകത്ത് അവനിച്ചിട്ടുണ്ട്, അപ്പൊ ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ വരുമ്പോൾ പടം വേറെ ലെവലിൽ പോവാ. ഞാൻ പ്രതീക്ഷക്കാട്ടി മോളിൽ പടം വന്നിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഈ പടം ബ്ലോക്ക് ബസ്റ്റർ അടിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രായവും കാണാൻ പറ്റിയ പടം, ആരും ബുദ്ധിമുട്ടി വിഷമിപ്പിക്കുന്നില്ല. കാരണം വെച്ചാൽ ഒരു ബോറിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർ ഇരുന്ന് കാണും. ഞങ്ങളവിടെ ശ്രീനാരായണപുരി കുട്ടനാടിയാണ്, ചങ്ങനാശ്ശേരി നോക്കിയ ബുക്ക് മനുഷ്യനൊന്നും ബുക്കിങ്ങേ ഇല്ല, പറഞ്ഞ ആളില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് വൈകിട്ട് പോലും പടത്ത് നല്ല തിരക്കായി, ടിക്കറ്റ് കിട്ടത്തില്ല എനിക്ക് തോന്നുന്നത്. കാരണം അത് കണത്തെ പടമാണ് ഇത്, സത്യസന്ധമായിട്ട് പറഞ്ഞല്ലേ, ചുമ്മാ പറയുന്നതല്ല. നല്ലൊരു ചിത്രം കണ്ട ഫീലായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം കുടുംബ പ്രേക്ഷകർക്ക് കുട്ടികളോടൊത്ത് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റിയ ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങളുണ്ട്. പൃഥ്വിരാജ് സുകുമാരനും അത് ബേസിൽ ജോസഫും കൂടെ ചേർന്നപ്പോൾ ആ ഒരു കോംബോ മലയാളക്കര ഏറ്റെടുത്തെന്ന് തന്നെ പറയാം. പിന്നെ അവർക്ക് കൂട്ടായിട്ട് അനശ്വരയും അതുപോലെ നിഖിലയും കൂടി ചേർന്നപ്പോൾ അവർ 4 പേരും ലീഡ് ചെയ്ത ആ ഒരു കഥാപാത്രം തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് സംവിധായകൻ അണിയിച്ചിരിക്കുന്നത്. അവർക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, അവരെല്ലാവരും അവരുടെ റോള് ഭംഗിയാക്കിയിട്ടുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ ചിരിയുടെ മേമ്പടിയോടുകൂടി ഈ ഒരു കഥ അവതരിപ്പിച്ചിട്ടുണ്ട്. ചിരിപ്പിച്ചു. പൃഥ്വിരാജിന്റെ ഏറ്റവും നമുക്ക് എടുത്തു പറയേണ്ടത് ചിരി മാത്രമല്ല, ആ പൗരുഷം, അദ്ദേഹത്തിന്റെ ആ പൗരുഷം ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ വളരെ ഗ്ലാമർ ആയിട്ട് തന്നെ അദ്ദേഹം ഇതിൽ കാണിച്ചിട്ടുണ്ട്. അത് തന്നെ നമുക്ക് എടുത്തു പറയാവുന്നത്. നല്ലൊരു ചിത്രം കണ്ട ഒരു ഫീലാണ്. ഇനിയുള്ള ദിവസങ്ങൾ മലയാളത്തിലെ പ്രേക്ഷകര് ഗുരുവായൂരമ്പലം എന്ന ചിത്രം ചർച്ച ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല. 100 കോടി ക്ലബിൽ തന്നെ ഈ ഒരു ചിത്രം കയറും. പടം റിലീസായപ്പോ എന്ത് തോന്നുന്നു? അടിപൊളി. എന്താണ് റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ട്? അവരോട് ചോദിക്കാം.